This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വിദഗ്ധ പരിശീലനത്തിന് വേണ്ടി ഹൈദരാബാദിലെ പുല്ലേല ഗോപിചന്ദ് അക്കാദമിയിൽ എത്തുന്നത്. ദേശീയ ക്യാമ്പിലേക്കാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ 21 ആയപ്പോഴത്തേക്കും ദേശീയ സീനിയർ ടീമിൽ 17-ാം വയസ്സിൽ തന്നെ ദേശീയ സീനിയർ ടീമിൽ പ്രവേശിക്കുകയുണ്ടായി. അവിടെ നിന്നും ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കൊക്കെ പോവുകയുണ്ടായി. വിജയങ്ങളും തോൽവികളും ഉണ്ടായി. എന്നിരുന്നാലും 2022 മാർച്ചിൽ നടന്ന ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പിലാണ് ഏറ്റവും നല്ല ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. വേൾഡ് നമ്പർ 2-നെയും നമ്പർ 3-നെയൊക്കെ പരാജയപ്പെടുത്തി 3-ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഡബിൾസിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതകൾ ഓൾ ഇംഗ്ലണ്ടിൽ പൊസിഷൻ വരുന്നത്. അതിനുശേഷം 23-ലും മെഡൽ നേടുകയുണ്ടായി. 2022 കോമൺവെൽത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ നേടുകയുണ്ടായി. ടീം ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും ഡബിൾസിൽ ബ്രൗൺസും നേടി. 24 ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കാൻ ട്രീസമോൾക്ക് സാധിച്ചു. അതിനുശേഷം ഇൻ്റർനാഷണൽ 1000, 500, 750 മത്സരങ്ങളെല്ലാം പങ്കെടുക്കുകയും പൊസിഷൻ വരികയും ചെയ്തു. ഇപ്പോൾ 2 മാസം ഇഞ്ചുറിയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് മത്സരങ്ങളിലേക്ക് വീണ്ടും തയ്യാറെടുപ്പോടുകൂടി മത്സരിക്കുന്നത്. ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് റൗണ്ട് ജയിക്കുകയും ഇന്ന് 5:20 സെക്കൻഡ് റൗണ്ട് മത്സരങ്ങളുണ്ട്. വേൾഡ് 16-ാം റാങ്കിനോടാണ് മത്സരിക്കുന്നത്. ലോക റാങ്കിങ്ങിൽ 9ാമത് വരെ നമ്മൾ വന്നിരുന്നു. അതിനുശേഷം ഇഞ്ചുറിയും മത്സരങ്ങൾ പങ്കെടുക്കാത്തതുകൊണ്ടും ഇപ്പോൾ 39ാം റാങ്കിലാണ് ഉള്ളത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.